വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, അതായത് സബ്നെറ്റ് മാസ്ക് ആണ്. ഓക്കെ, ഇപ്പോൾ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മുമ്പ് IP അഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. IP അഡ്രസ്സ് എന്ന് പറയുന്നത് 32 ബിറ്റ് അഡ്രസ്സാണ്. അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബൈനറി ഡോട്ടഡ് ഡെസിമലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ IP അഡ്രസ്സിൽ രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് നെറ്റ്വർക്ക് അഡ്രസ്സ്, മറ്റൊന്ന് ഹോസ്റ്റ് അഡ്രസ്സ്. നെറ്റ്വർക്ക് അഡ്രസ്സ് പാർട്ടുണ്ട്, ഹോസ്റ്റ് അഡ്രസ്സ് പാർട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് അഡ്രസ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താ നെറ്റ്വർക്ക് അഡ്രസ്സ്, അത് ഏത് നെറ്റ്വർക്കാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. IP അഡ്രസ് ബിലോങ്സ് ടു വിച്ച് നെറ്റ്വർക്ക്. നമുക്കിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ എല്ലാം ഒരേ സെയിം, നമ്മൾ ക്ലാസ്സസൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ക്ലാസ് ABCD. അപ്പോൾ അതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഏത് നെറ്റ്വർക്കാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നെറ്റ്വർക്ക് അഡ്രസ്സ്. ഇനി ഹോസ്റ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ ഒരു നെറ്റ്വർക്കിൽ ഏത് ഡിവൈസാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, ആ ഒരു പെർട്ടിക്കുലർ ഡിവൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു ഹോസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഡിവൈസിനും എന്തുണ്ട്, ഒരു യുണീക്കായിട്ടുള്ള ഒരു ഹോസ്റ്റ് അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ഡിവൈസസ് ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിലാണെങ്കിൽ നെറ്റ്വർക്ക് അഡ്രസ്സ് കോമൺ ആണ്. എന്താണ് അതിൽ യുണീക്കായിട്ട് വരുന്നത്, അതിലത്തെ ഹോസ്റ്റ് അഡ്രസ്സാണ് യുണീക്കായിട്ട് വരുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സബ്നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൻ്റെ കേസൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിവൈസസ് നമുക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഈ ഡിവൈസസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി സബ്നെറ്റിങ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വലിയൊരു നെറ്റ്വർക്കാണ് എങ്കിൽ, ഇപ്പോൾ ഒരു കോളേജിലെ ഒരുപാട് സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ഈ എല്ലാ സിസ്റ്റത്തിനെയും നമ്മൾ ഒരു സിംഗിൾ നെറ്റ്വർക്കിലേക്കാണ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും, പല ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതുപോലുള്ള കമ്പ്യൂട്ടർ ലാബ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ എല്ലാ നെറ്റ്വർക്കിലെ എല്ലാ ഡിവൈസസിലേക്കും ആ ഒരു മെസ്സേജ് പാസ്സാവും അല്ലേ, ഒരു ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഒരു ഹ്യൂജ് ട്രാഫിക്കാണ് അവിടെ ഉണ്ടാവുക. നേരെ മറിച്ച് നമ്മളതിനെ ഡിഫറെൻറ്റ് സബ് നെറ്റ്വർക്കായിട്ടാണ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ നെറ്റ്വർക്കിലേക്ക്, ഇപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സബ്നെറ്റ്, മറ്റൊരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു സബ്നെറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു സബ്നെറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് സബ്നെറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ട്രാഫിക്ക് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. കാരണം നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടറിലുള്ള കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സിസ്റ്റംസിലേക്ക് മാത്രമാണ് നമുക്കൊരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് പാസ് ചെയ്യേണ്ടത് എങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സബ്നെറ്റിലേക്ക് മാത്രമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു ഹോസ്റ്റ് പാർട്ടിനെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സബ്നെറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ the network address is determined by using a subnet mask. Here this subnet mask is also a 32 bit address. അപ്പോൾ ഇതിനെ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ട്, നമ്മൾ ആ നെറ്റ്വർക്കിനെ നമ്മൾ മാസ്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ആ നെറ്റ്വർക്ക് പാർട്ടിനെല്ലാം നമ്മൾ 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്, സബ്നെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഹിയർ ഇറ്റ് കണ്ടെയ്ൻസ് കണ്ടിന്യൂസ് വൺസ് ഫോളോഡ് ബൈ കണ്ടിന്യൂസ് സീറോസ്. ദ ബിറ്റ്സ് ദാറ്റ് ആർ വൺസ് കറസ്പോണ്ട് ടു ദി നെറ്റ്വർക്ക് പോർഷൻ ഓഫ് ദി അഡ്രസ് ആൻഡ് ദ ബിറ്റ്സ് ദാറ്റ് ആർ സീറോസ് കറസ്പോണ്ട്സ് ടു ദി ഹോസ്റ്റ് അഡ്രസ്. Okay, the subnetting helps in dividing a large network into smaller, more manageable subnetworks or subnet. ഇപ്പോൾ ഈ സബ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് സബ്നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്തരത്തിൽ നമ്മൾ ഷോർട്ടാക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മൾ സബ്നെറ്റായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് കൂടുതൽ മാനേജബിൾ ആയിരിക്കും. നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സബ്നെറ്റിലേക്ക് മാത്രമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സബ്നെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്, കൺസിഡർ ദ IP അഡ്രസ് 192.168.1.10 വിത്ത് എ സബ്നെറ്റ് മാസ്ക് 255.255.255.0. അപ്പോൾ ഇവിടെ ഈ ഒരു ഇവിടെ IP അഡ്രസ്സാണ് അവിടെ ആദ്യം തന്നിരിക്കുന്ന 192.160.1.10 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ സബ്നെറ്റ് മാസ്ക് ആണ് ഇവിടെ 255.255.255.0 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ദ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ബൈനറി ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ IP അഡ്രസ്സിൽ 0 തൊട്ട് 255 വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 255 എന്ന് പറയുമ്പോൾ എല്ലാം 1 ആണ്. അപ്പോൾ ഇവിടെ 255 എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഏതാണ്, 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ആദ്യത്തെ ആ ഒക്ടറ്റ്സ്, 3 ഒക്ടറ്റ്, ആ 3 ഒക്ടറ്റാണ് നമ്മുടെ സബ്നെറ്റ് മാസ്ക്. അത് എന്താണ് ആക്ച്വലി ചെയ്യുന്നത്, അത്
നെറ്റ്വർക്ക് പാർട്ടിന് നമ്മൾ ഹൈഡ് ചെയ്യാണ് ചെയ്തത്. ആ നെറ്റ്വർക്ക് പാർട്ടാണ് ഈ 255.255.255 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് 24 ബിറ്റ്സ് എന്ന് പറയുന്നത് വൺസ് ആണല്ലോ of the IP address that correspond to the network portion, and remaining bits that are the zeros correspond to the host portion. Okay, then ഇവിടെ നമ്മൾ ക്ലാസ്സിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ പറയുകയുള്ളൂ. അതായത് ക്ലാസ് എന്ന് പറയുന്നത് നമുക്കൊരു ക്ലാസ് എ ബി സി മാത്രമല്ല ABCDE 5 ക്ലാസ്സസാണ് ഉള്ളത്. അതിൽ ABC എന്ന് പറയുന്നത് യൂണികാസ്റ്റിംഗ് ആണ്, D എന്ന് പറയുന്നത് മൾട്ടി കാസ്റ്റിംഗ് ആണ്, അതുപോലെ E എന്ന് പറയുന്നത് റിസർച്ച് പർപ്പസിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ABCയിൽ ഈ A എന്ന് പറയുന്ന ഫസ്റ്റ് ഒക്ടറ്റ്, അതായത് 1 to 126 വരെ ഉള്ളത്, അതിൽ ഡീഫോൾട്ട് മാസ്ക് എന്ന് പറയുന്നത് 255 ആണ്. ഓക്കെ, കാരണം ഇതിൻ്റെ നെറ്റ്വർക്ക് പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി വരുന്നത്, എയിൽ 0 തൊട്ടാണ് വരുന്നത്. 0 തൊട്ട് 126. ഫസ്റ്റത്തെ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടും ലാസ്റ്റ് പാർട്ടും ആക്ച്വലി റിസർവ്ഡ് ആണ്. ഫസ്റ്റ് നെറ്റ്വർക്കിന് വേണ്ടി റിസർവ്ഡ്, ലാസ്റ്റ് ബ്രോഡ്കാസ്റ്റിന് വേണ്ടി റിസർവ്ഡ് ആണ്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇതിലത്തെ 255 ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. അതായത് 1 2 3 4 ഇതാണല്ലോ 4 ഒക്ടറ്റ്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് മാത്രമായിരിക്കും എന്ത് ക്ലാസ് എയിൽ നെറ്റ്വർക്കായിട്ട് വരിക. ഓക്കെ, അതായത് ഫസ്റ്റ് 255. ഓക്കെ, ഇനി ക്ലാസ് ബി എന്ന് പറയുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് 2 ആണ് നെറ്റ്വർക്ക് പാർട്ടിൽ വരിക, ലാസ്റ്റ് 2 എന്ന് പറയുന്നത് ഹോസ്റ്റ്. ഇനി സി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 3 നെറ്റ്വർക്കാണ്, ദെൻ ലാസ്റ്റ് 1 ആണ് എന്ത് ഹോസ്റ്റ് വരുന്നത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ ക്ലാസ് ബിയുടെ കേസിൽ 128 തൊട്ട് 191 വരെയാണ്. അവിടെ ഫസ്റ്റ് 2 നെറ്റ്വർക്ക് പോർഷൻ ആയതുകൊണ്ട് ആ നെറ്റ്വർക്ക് പോർഷനെ നമ്മൾ മാസ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് പോർഷൻ നമ്മളെല്ലാം വൺസ് ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ടാണ് അവിടെ 255.255 വന്നിരിക്കുന്നത്. ഇനി ക്ലാസ് സിയുടെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു, അവിടെ ഫസ്റ്റ് 3 ഒക്ടറ്റ് നെറ്റ്വർക്ക് പാർട്ടിനാണ്, ലാസ്റ്റത്തെ മാത്രമാണ് എന്തുള്ളൂ ഹോസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് 3 എന്തായിട്ട് നമ്മൾ കൊടുത്തു 1111, അതായത് 255.255.255. ഓക്കെ, ഇങ്ങനെയാണ് ഫസ്റ്റ് 3 ക്ലാസ്സസിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഫസ്റ്റ് 255 എന്ന് പറയുന്ന ഫസ്റ്റത്തെ പോർഷൻ മാത്രമാണല്ലോ നെറ്റ്വർക്ക്. ബാക്കി വരുന്ന 3 ഒക്ടറ്റ്സ്, ആ 3 ഒക്ടറ്റും എന്താണ് ഹോസ്റ്റ് പാർട്ടിനുള്ളതാണ്. അപ്പോൾ അത്രയും ഹോസ്റ്റിന്, അത്രയും ഡിവൈസസ് നമുക്ക് ഹോസ്റ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നർത്ഥം. അപ്പോൾ 2⁸ ഓൾമോസ്റ്റ് മില്യൺസ് ഓഫ് ഹോസ്റ്റിനെ നമുക്ക് ക്ലാസ് എയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ക്ലാസ് ബിയുടെ കേസിലാണെങ്കിലോ ലാസ്റ്റ് 2 ആണ്, അതായത് 2 ഒക്ടറ്റ്സ്, അതായത് 65,000 ഹോസ്റ്റിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു മീഡിയം ലെവൽ ഓർഗനൈസേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഏത് ക്ലാസ് ബി എന്ന് പറയുന്നത്. ഇനി ക്ലാസ് സി എന്ന് പറയുന്നതിൽ ലാസ്റ്റ് 1 ഒക്ടറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 254 ഹോസ്റ്റിനെ മാത്രമേ നമുക്ക് ഏതിൽ യൂസ് ചെയ്യാൻ വേണ്ടി ക്ലാസ് സിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത്ര ആ ഒരു സ്മോൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്ലാസ്സാണ് ക്ലാസ് സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കേസിൽ നമുക്കിപ്പോൾ 255-നേക്കാളും കൂടുതൽ ഒരു 300 ഹോസ്റ്റിനെ നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് സിയിൽ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഇവിടെ ഓൾമോസ്റ്റ് 254 ഹോസ്റ്റിനെ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം 0 തൊട്ട് 255 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി 256 നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ അവിടെ ഫസ്റ്റ് ബിറ്റും ലാസ്റ്റ് ബിറ്റും റിസർവ് ചെയ്യുന്നത് കൊണ്ട് ഈ 256-ൽ 2 നമ്മൾ റിസർവ് ചെയ്യുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 254 ഹോസ്റ്റിനെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ 300 400 ഹോസ്റ്റിനെ നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ബി ആണ്. ആ ബി എന്ന ക്ലാസ്സിലേക്ക് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ബാക്കി, കാരണം അവിടെ 65,000 ഹോസ്റ്റിനെ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ക്ലാസ് ബിയിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളതെല്ലാം എന്താവും, വേസ്റ്റ് ആവും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം വരുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലാസ്ലെസ് ഇൻ്റർ ഡൊമെയിൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ ക്ലാസ്ലെസ് ആണ്,
അതായത് നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലാസ്സസ് പറയുന്നില്ല, അതിൽ കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ് നമുക്ക് നമ്പർ ഓഫ് ഹോസ്റ്റിനെ സെലക്ട് ചെയ്യാനുള്ളത്. അതാണ് ആക്ച്വലി സബ്നെറ്റിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് അഡ്രസ്സിന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ദ നെറ്റ്വർക്ക് അഡ്രസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ പെർഫോമിങ് എ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ ബിറ്റ്വീൻ ദ IP അഡ്രസ് ആൻഡ് ദ സബ്നെറ്റ് മാസ്ക്. അപ്പോൾ നമുക്ക് IP അഡ്രസ്സും സബ്നെറ്റ് മാസ്കും തന്നു കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷനിലൂടെ നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാം? അതിൻ്റെ നെറ്റ്വർക്ക് അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 192.168.1.10. ഓക്കെ, അതുപോലെ അതിൻ്റെ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് 255.255.255 ആണ്. ഇപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് അഡ്രസ്സാണ് തന്നിരിക്കുന്നത്. ആ നെറ്റ്വർക്ക് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഇവിടെ നമുക്കറിയാം 255 എന്ന് പറയുന്നത് എന്തിനെ ഹൈഡ് ചെയ്യുന്നു? നെറ്റ്വർക്കിനെ ഹൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് ത്രീ അതുകൊണ്ട് നെറ്റ്വർക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അത് ആ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. ഇനി അങ്ങനെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന IP അഡ്രസ്സിനെ ബൈനറി ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഈ തരത്തിൽ നമ്മൾ ഓൾറെഡി IP അഡ്രസ്സിൻ്റെ കേസിൽ എങ്ങനെ അത് കൺവേർട്ട് ചെയ്യാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്ത IP അഡ്രസ്സ് തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ സബ്നെറ്റിൻ്റെ മാസ്ക് കൂടെ നമ്മൾ എഴുതുന്നു, അതായത് 255.255.255.0. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഏതൊന്നിനെയും നമ്മൾ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ 1 ആണ്. അപ്പോൾ എവിടെയൊക്കെ 1 വരുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴെ 1 വരും. ഓക്കെ, ഇനി 0 ആണെങ്കിൽ എല്ലാം 0 ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് ഇതിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണോ ഉള്ളത് അതാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ നെറ്റ്വർക്ക് പോർഷനാണ് നമുക്ക് കറക്റ്റായിട്ട് എവിടെ കിട്ടുക? നമ്മുടെ താഴെ കിട്ടുക. കാരണം ഇവിടെ 0 ആണ്, ഹോസ്റ്റ് പാർട്ട് എപ്പോഴും 0 ആയിരിക്കും. ആ 0 വെച്ച് നമ്മൾ ഏത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കുമല്ലോ കിട്ടുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏത് പാർട്ടാണോ നെറ്റ്വർക്ക് പാർട്ടായിട്ട് വന്നിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുള്ളതിൻ്റെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് തന്നെയായിരിക്കും താഴെ വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ നെറ്റ്വർക്ക് അഡ്രസ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. കാരണം നെറ്റ്വർക്ക് അഡ്രസ്സിൻ്റെ കേസിൽ എപ്പോഴും നെറ്റ്വർക്ക് പാർട്ട് അതുപോലെ ഉണ്ടാവും, ഹോസ്റ്റ് പാർട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സബ്നെറ്റിൻ്റെ കേസിൽ നെറ്റ്വർക്കിലെല്ലാം 1ഉം ഹോസ്റ്റ് പാർട്ട് 0 ആണ്. നെറ്റ്വർക്ക് അഡ്രസ്സിൻ്റെ കേസിൽ നെറ്റ്വർക്ക് പാർട്ട് എന്താണോ നമ്മുടെ ആക്ച്വൽ നെറ്റ്വർക്ക് അഡ്രസ്സിൽ വരുന്നത് അതും ഹോസ്റ്റ് പാർട്ട് 0 ആയിരിക്കും. ഓക്കെ, ഇനി സബ്നെറ്റിംഗ്. ഇറ്റ് ഈസ് ഡൺ ബൈ ചേഞ്ചിങ് ദി ഡീഫോൾട്ട് സബ്നെറ്റ് മാസ്ക് ബൈ ബോറോയിങ് സം ഓഫ് ദ ബിറ്റ്സ് ഫ്രം ദി ഹോസ്റ്റ് പോർഷൻ. ഇപ്പം നമ്മളിതിനെ സബ്നെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് പാർക്ക് എപ്പോഴും എന്തായിരിക്കും? അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അവിടെ നമുക്ക് ചേഞ്ച് ഒന്നും വരില്ല. നമ്മൾ ആ തന്നിരിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ഹോസ്റ്റിൽ നിന്നാണ് അതിന് എത്രത്തോളം സബ്നെറ്റിൽ വേണമെന്ന് ഡിസൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബിറ്റ്സ് ബോറോ ചെയ്യുന്നത്, സബ്നെറ്റിന് വേണ്ടി ബിറ്റ്സ് ബോറോ ചെയ്യുക എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും? നമ്മുടെ ഹോസ്റ്റ് പാർട്ടിൽ നിന്നായിരിക്കും ബോറോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത്ര ഈ 255.255.255.0 ഈ തന്നിരിക്കുന്ന 255 എന്ന് പറയുന്ന ഇതെല്ലാം എന്താണ്? നെറ്റ്വർക്ക് പാർട്ടാണ്. അപ്പം ഇവിടെ ലാസ്റ്റ് വരുന്ന 1, ഓക്കെ, ഈ ലാസ്റ്റ് വരുന്ന ഈ 0 അതായത് 1 കിട്ടും. അതുപോലെ ഇവിടെയും 81 ഉണ്ടാവും, ദെൻ ഇവിടെയും 81 ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞാൽ വന്നിരിക്കുന്ന എന്താണ്? ഫുൾ സീറോസ് ആണ്. 0 1 2 3 4 5 6 7 8. ഈ 8 ബിറ്റിൽ ഒരു ബിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബിറ്റ് നമ്മൾ ഹോസ്റ്റിൽ നിന്ന് നമ്മളൊരു സബ്നെറ്റിന് വേണ്ടി സെലക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ഇവിടെ ഏതാണോ എത്ര സബ്നെറ്റ് ഉണ്ടോ അതിന് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ ഒരു നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ, ഒരു നെറ്റ്വർക്ക് വിത്ത് 254. കാരണം ഇത് മൊത്തം എന്താണ്? ഇത് മൊത്തം ഹോസ്റ്റ് പാർട്ടിനുള്ളതാണ്. ഇപ്പോൾ 254 ഹോസ്റ്റ് ഉണ്ടാവും, ഒരൊറ്റ
സബ്നെറ്റ് മാത്രമേ ഉള്ളൂ, ഒറ്റ നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എത്രത്തോളം വേണോ അത് നമുക്ക് എവിടെ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്? ഈ ഒരു ഹോസ്റ്റ് പാർട്ടിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ, അതിന് 254 ഹോസ്റ്റാണ്. അതിലകത്ത് എല്ലാം 1 വരുന്നത് ബ്രോഡ്കാസ്റ്റർ റിസർവ് ചെയ്തിരിക്കുന്നു, എല്ലാം 0 വരുന്നത് എന്താണ്? നെറ്റ്വർക്ക് അഡ്രസ്സാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നതിൽ ഈ ഒരു 258.0-ൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫസ്റ്റ് ബിറ്റ് ഹോസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് ബിറ്റ് ഹോസ്റ്റ് ബിറ്റ് നമ്മൾ സബ്നെറ്റിന് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുക? അവിടെ 2 സബ്നെറ്റ് ഉണ്ടായിരിക്കും. കാരണം എന്താ? നമുക്ക് ഒരു 2 സബ്നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഒരു സിംഗിൾ ബിറ്റ് മതി. ആ സിംഗിൾ ബിറ്റ് 0 ആണ് എങ്കിൽ എന്താ? അത് ഒരു സബ്നെറ്റാണ്. ആ സിംഗിൾ ബിറ്റ് 1 ആണെങ്കിൽ വേറൊരു സബ്നെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ആക്ച്വലി സബ്നെറ്റ്സ് എന്ന് പറയുമ്പോൾ 2 സബ്നെറ്റ്സ്. ഓക്കെ, ഇവിടെ 1 ബിറ്റ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ആ 1 ബിറ്റ് സബ്നെറ്റിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മാത്രമാണല്ലോ ഹോസ്റ്റിന് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവിടെ എത്ര ഹോസ്റ്റ് വരും? അവിടെ 126 ഹോസ്റ്റാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ 2 ബിറ്റ്സ് സബ്നെറ്റിന് വേണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ബിറ്റ്, ഇപ്പോൾ 00, 01, 10, 11 ഇങ്ങനെ 4 സബ്നെറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ 4 സബ്നെറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബാക്കി എത്രയാണ് ഉള്ളത്? ബാക്കി ബിറ്റ്സ് നമുക്ക് എത്ര യൂസ് ചെയ്യാം? ബാക്കി 64 ആണ് ഉണ്ടാവുക. കാരണം എന്താ? 1, 2, 3, 4, 5, 6 2⁶ ആണ്. 2⁶ എന്ന് പറഞ്ഞാൽ 64 ആണ്. അതിൽ നിന്ന് നമുക്ക് 2 എണ്ണം റിസർവ്ഡ് ആണ്. ബാക്കി 62 ഹോസ്റ്റ് മാത്രമേ ഈ ഒരു കേസിൽ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ 3 ബിറ്റ്സ് പറഞ്ഞ പോലെ ബോറോ ചെയ്ത് നെറ്റ്വർക്ക് ഹോസ്റ്റ് പാർട്ടിൽ നിന്ന് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 സബ്നെറ്റ്സ് ആണ് ഉണ്ടാവുക. 8 നെറ്റ്വർക്ക്സ് ഉണ്ടാവും. ആ 8 നെറ്റ്വർക്ക്സ് വിത്ത് എത്ര? 30 ഹോസ്റ്റ്. അതുപോലെ 4 ബിറ്റ്സ് ആണ് നമ്മൾ ബോറോ ചെയ്യുന്നതെങ്കിൽ 16 നെറ്റ്വർക്ക്സ് വിത്ത് 14 ഹോസ്റ്റ്. 32 ഇതാണെങ്കിൽ 32 നെറ്റ്വർക്ക്സ് ആണ്. സബ്നെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 30 ആണ് പറയുക. ആക്ച്വലി 2 എണ്ണം ചിലപ്പോൾ ബോറോ ചെയ്യുന്ന ഒരു പ്രീവിയസ് കേസ് വരുന്ന സമയത്ത് 30 എന്നുള്ള കേസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തു വെക്കുക. 5 ബിറ്റ്സ് ആണ് നമ്മൾ ബോറോ ചെയ്യുന്നത് എങ്കിൽ നെറ്റ്വർക്ക്സ് 32 നെറ്റ്വർക്ക്സ്, അതുപോലെ തന്നെ 6 ഹോസ്റ്റ്. ഇവിടെ 30 എല്ലാത്തിൽ നിന്നും 2 ഇതിൽ നിന്ന് സബ്നെറ്റിൽ നിന്നും കൂടെ കുറക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്ര ബിറ്റ്സ് ഇപ്പോൾ നമ്മൾ ബോറോ ചെയ്യുന്നു ആ സബ്നെറ്റ്സ് വിത്ത് എത്ര ബാക്കിയുണ്ട് അതിന് 2 പവർ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ഹോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നൊഴികെ ബാക്കിയെല്ലാം നമ്മൾ സബ്നെറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല? ഹോസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ഇനി ക്ലാസ് ഇൻ്റർ ഡൊമെയിൻ റൗട്ടിങ്. അപ്പോൾ ക്ലാസ് ഇൻ്റർ ഡൊമെയിൻ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ക്ലാസ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഓൾഡ് നൊട്ടേഷൻസ് ആണ് അവിടെ ക്ലാസ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ CIDR അതായത് ക്ലാസ്ലെസ് ഇൻ്റർ ഡൊമെയിൻ ആണ്. ക്ലാസ്ലെസ് ഇൻ്റർ ഡൊമെയിൻ റൗട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് നൊട്ടേഷൻ റീപ്ലേസസ് ദി ഓൾഡ് ക്ലാസ് ബേസ്ഡ് ക്ലാസ്ലെസ് ആണ്. Classless inter-domain routing. CIDR notation replaces the older class-based IP addressing system with a more flexible approach. Here, the CIDR notation uses a format like 192.168.1.0/24. അപ്പോൾ /24 എന്ന് പറയുമ്പോൾ the number after the slash, that is 24 in this case, indicates the number of bits used for the network portion of the address, and this notation helps to define the size of the subnet. So here the class-based system, that are class A, class B, class C, which had fixed sizes for subnets, and here this classless inter-domain routing allows for variable length subnet mask, and it can have subnets of different sizes, making IP address allocation more efficient. നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലാസ്
ഫുള്ളാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്കൊരു 300 ഹോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് ബിയിലേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ആ ഒരു ഫിക്സഡ് സൈസാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഹോസ്റ്റ് അവിടെ വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വേരിയബിൾ ലെങ്ത് സബ്നെറ്റാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുന്ന എന്താണ്? അതിൻ്റെ ആക്ച്വൽ കൺസെപ്റ്റ് ഇവിടെ ക്ലാസ്ലെസ് ഇൻ്റർ ഡൊമെയിൻ റൗട്ടിംഗ് ആണ്. ഇപ്പോൾ ക്ലാസ്ലെസ് ഇൻ്റർ ഡൊമെയിൻ റൗട്ടിങ്ങിൽ ഇവിടെ നമ്മൾ എത്രത്തോളം ഹോസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സബ്നെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ബാക്കിയുള്ളതിനെ നമുക്ക് വൺസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ സ്ലാഷ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സ്ലാഷ് നൊട്ടേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ എന്താണ് കൂടുതൽ എഫിഷ്യൻ്റ് ആണ്, നമുക്ക് ട്രാഫിക് കുറച്ചുകൂടി മാനേജബിൾ ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Advantages of subnetting. Here, these are guiding data routing, reducing IP address conflict, and efficient network organization and traffic management. So, efficient routing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ subnetting simplifies the routing process by breaking down a large network into smaller, more manageable subnets, and routers use subnet information to determine the most efficient path for data packets, improving routing efficiency. Here, the routers can aggregate routes and reduce the size of the routing table, and this is leading to faster and more efficient data transmission. And another advantage is reducing IP address conflict. There are 2 points to be noted: address allocation and controlled IP management. By dividing a network into subnets, you ensure that each subnet has its own range of IP addresses. Okay, so this isolation helps to prevent IP address conflicts within each subnet, as each subnet has its own address space. And next one is controlled IP management. So here the subnetting allows for controlled and organized IP address allocation, and that minimizes the risk of overlap or duplication of IP addresses across different network segments. And next advantage is efficient network organization. So this network, the subnet enables logical segmentation of the network based on function, department, or geographic location. This organization helps in managing and monitoring the network more effectively. As the network grows, subnetting allows for easy expansion by adding new subnets as needed. This flexibility helps maintain an organized and scalable network architecture. And next comes the traffic management. So subnetting limits the scope of broadcast traffic to individual subnets and reducing the overall amount of broadcast traffic on the network. This helps in managing network traffic more effectively and prevents network congestion, and that improves the performance by isolating traffic within the subnets. Network performance is enhanced as data packets are confined to smaller segments of the network, and that reduces the likelihood of network-wide performance issues. So that's all about the advantages of subnetting. And ഇവിടെ നമ്മൾ ഓരോ കേസിലും നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബിഗർ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. ആ നെറ്റ്വർക്കിനെ നമുക്ക് സബ്നെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എത്ര സബ്നെറ്റ്സ് വേണോ അത്രയും സബ്നെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഡിവൈഡ് ചെയ്യുന്നത് ഹോസ്റ്റ് പാർട്ടിനാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ സൈസ് ഓഫ് എ സബ്നെറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യേണ്ട കാര്യം, നമുക്കൊരു ടോട്ടൽ IP അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ടോട്ടൽ IP അഡ്രസ്സ്. ആ ടോട്ടൽ IP അഡ്രസ്സിന് നമുക്ക് എത്രത്തോളം സബ്നെറ്റ് ഉണ്ടോ ആ സബ്നെറ്റ് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം, നമ്പർ ഓഫ് സബ്നെറ്റ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിലെ ഓരോ സബ്നെറ്റിൻ്റെയും സൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സൈസ് ഓഫ് സബ്നെറ്റ്. അപ്പോൾ ഓരോ സബ്നെറ്റിൻ്റെയും സൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം എത്ര
IP അഡ്രസ്സ് ആ സിസ്റ്റത്തിൽ ടോട്ടൽ ഉണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സബ്നെറ്റ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 64 സബ്നെറ്റ് ആണുള്ളത്. ഓക്കെ, 64 സബ്നെറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ബി എന്ന ക്ലാസ്സിലാണെങ്കിൽ അപ്പോൾ അവിടെ എന്തുണ്ടാവും? 16 അല്ലേ? അതായത് ഫസ്റ്റ് 2 ആണ് ക്ലാസ് ബിയിൽ വരിക. ക്ലാസ് ബിയിൽ ഫസ്റ്റ് 2 എന്ന് പറയുന്ന സമയത്ത് 16. അപ്പോൾ 2⁻16 ആയിരിക്കും അതിൽ ടോട്ടലായിട്ട് വരുന്ന അഡ്രസ്സ്. അപ്പോൾ 2⁻16 ഡിവൈഡഡ് ബൈ 64 സബ്നെറ്റ് ആണ് എങ്കിൽ ആ ഓരോ സബ്നെറ്റിലും എത്ര ഡിവൈസസ് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര ഹോസ്റ്റ് ഉണ്ടാവും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2⁻16 ഡിവൈഡ് ബൈ 64 എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 2⁻16 ഡിവൈഡ് ബൈ 64 എന്ന് പറയുന്നത് എന്താ? 2⁻16 മൈനസ് 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 6 ആണ്. 2⁻6 ആണ്. അപ്പോൾ 2⁻10 വരും. ഓക്കെ, 16 മൈനസ് 6 2⁻10 ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് 2 നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം? ഡീഫോൾട്ട് നമുക്ക് കുറക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിനെന്താ പറഞ്ഞോ? ഒരു സബ്നെറ്റ് ഐ ഡിയിൽ എന്ന് പറഞ്ഞാൽ അതിനൊരു യുണീക്ക് IP നെറ്റ്വർക്ക് അഡ്രസ്സ് ഉണ്ടാവും. ഓരോ സബ്നെറ്റിൻ്റെ കേസിലും നമുക്ക് ഒരു ഹോസ്റ്റ് പാർട്ട്. ഓക്കെ, ഹോസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഹോസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. ദെൻ ഈ സബ്നെറ്റിൻ്റെ കേസിൽ നമ്മൾ ബോറോ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഹോസ്റ്റ് പാർട്ടാണ്. ഒരു IP അഡ്രസ്സിൻ്റെ ഹോസ്റ്റ് ID പാർട്ടിൽ നിന്നാണ് നമ്മൾ ഇത് ബിറ്റ്സ് ബോറോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം. ദെൻ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു IP അഡ്രസ്സും ഒരു നെറ്റ്വർക്കും ഉണ്ടെങ്കിൽ, സബ്നെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നെറ്റ്വർക്ക് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് വെച്ചിട്ട് ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷനാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഓക്കെ, ഇതാണ് മെയിനായിട്ട് സബ്നെറ്റിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.